നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി മണിക്കൂറുകൾക്കകം പോലീസ് വലയിലായി. മലപ്പുറം എടക്കര സ്വദേശി ശ്രീരാജിനെയാണ് ഗുരുവായൂർ പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. ജയിലിലെ അറ്റകുറ്റപ്പണിക്കിടെ അധികൃതരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു പ്രതിയുടെ പലായനം. തിങ്കളാഴ്ച വൈകുന്നേരമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജയിലിലെ സെല്ലിനുള്ളിലെ കേടായ എക്സ്ഹോസ്റ്റ് ഫാൻ നന്നാക്കാനാണ് പോക്സോ കേസ് പ്രതിയായ ശ്രീരാജിനെ ഉദ്യോഗസ്ഥർ പുറത്തിറക്കിയത്. ഓടുമേന കെട്ടിടത്തിന് മുകളിലെ ചുമരിലേക്ക് ഫാൻ നന്നാക്കാൻ കയറിയ ശ്രീരാജ് നിമിഷങ്ങൾക്കകം മേൽക്കൂര വഴി അടുത്തുള്ള മരത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിയെ കാണാതായതോടെ ജയിൽ അധികൃതർ പരിഭ്രാന്തരായി. ഉടൻ തന്നെ ഗുരുവായൂർ പോലീസിൽ വിവരമറിയിക്കുകയും വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. സബ് രജിസ്ട്രാർ ഓഫീസ് വളപ്പിലൂടെയാണ് പ്രതി എത്തിയതെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് രാത്രി 10 മണിയോടെ ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ശ്രീരാജിനെ പിടികൂടുകയായിരുന്നു. പറവട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് ഇയാൾ റിമാൻഡിലായിരുന്നത്. ജയിലിലെത്തി അധിക ദിവസമാകും മുൻപേ നടത്തിയ ഇയാളുടെ രക്ഷപ്പെടൽ ശ്രമം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇരുപത്തിനാല് ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ദൈവമേളയായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും സമ്പന്നമായ ആറാട്ടുപുഴ പൂരം ഭക്തിസാന്ദ്രവും ആഘോഷവുമായി. വൻ തിരക്കാണ് ആറാട്ടുപുഴ പൂരത്തിന് അനുഭവപ്പെട്ടത്. ആറാട്ടുപുഴ ശാസ്താവ് നിലപാടുതറയിലെത്തിയതോടെയാണ് ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ പൂരം ദിവസം അത്താഴപൂജ വൈകിട്ട് 6 മുൻപ് നടത്തി നട നേരത്തെ അടച്ചിരുന്നു. 33 കോടി ദേവകളും യക്ഷഗന്ധർവ കിന്നരന്മാരും പരേതാത്മാക്കളും ഭൂലോക വൈകുണ്ഠ ദർശനത്തിനെത്തുമെന്നാണ് വിശ്വാസം. അത്താഴപൂജ നേരത്തെയാക്കി എല്ലാ ക്ഷേത്രങ്ങളും നേരത്തെ നടയടക്കുന്നത് ഇതുകൊണ്ടാണ്. കാശി വിശ്വനാഥ ക്ഷേത്രവും ഈ സമയത്ത് അടയ്ക്കും. തൊട്ടിപ്പാൾ പകൽപൂരത്തിൽ പങ്കെടുത്ത ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും നിത്യപൂജകൾ, ശ്രീഭൂതബലി എന്നിവയ്ക്കു ശേഷം ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥേയത്വം വഹിക്കാനും ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ച് എഴുന്നള്ളി നിൽക്കുന്ന 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്തത്തിന്റെ ശോഭയിൽ ശാസ്താവ് ഏഴുകണ്ടം വരെ പോയി. തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായാനാണ് ശാസ്താവിന്റെ ഈ യാത്ര. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാടുതറയിൽ ഏവർക്കും ആദിത്യമുരളിൽ നിന്നു. ചാത്തുക്കുടം ശാസ്താവിന്റെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തുക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഉത്തരവാദിത്വമേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. രാത്രി 11 മണിയോടുകൂടി തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തുക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം നടന്നത്. 7 ആനകളുടെ അകമ്പടിയോടെ പഞ്ചാരിമേളം, തുടർന്ന് പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, ചാലക്കുടി, പിഷാരക്കൽ ഭഗവതിമാർ 5 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടത്തി. തുടർന്ന് എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 5 ആനകളുടെ അകമ്പടിയും പഞ്ചാരിമേളവും ശേഷം അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാർ 6 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളി. 11-ന് നെട്ടിശ്ശേരി ശാസ്താവ് എഴുന്നള്ളി. അർദ്ധരാത്രിക്ക് ശേഷം ചോതി നക്ഷത്രം ഉച്ചസ്ഥായിലായപ്പോൾ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി മന്ദാരക്കടവിൽ ആറാട്ട് നടത്തിയതോടെ ആറാട്ടുകൾക്ക് ആരംഭം കുറിച്ചു. ചോതി നക്ഷത്രം ഉച്ചസ്ഥായിലായപ്പോൾ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എഴുന്നള്ളി. തേവരുടെ പഞ്ചവാദ്യം, മേളം എന്നിവയ്ക്കു ശേഷം തേവർ പന്തലിൽ എഴുന്നള്ളി നിന്നു. അതേസമയം ഊരകത്തമ്മ, തിരുവടി, ചാത്തുക്കുടം ശാസ്താവുമൊത്ത് ഒരു ഭാഗത്തും ചേർപ്പിൽ ഭഗവതി മറുഭാഗത്തുമായി ഭൂമിയിലെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടിനു ശേഷം എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചാലക്കുടി, പിഷാരിക്കൽ, പൂനിലാർക്കാവ്, തൊട്ടിപ്പാൾ,
ചൂരക്കോട്, അന്തിക്കാട്, അയ്യുന്ന്, ചേർപ്പ്, ഊരകത്തമ്മ തിരുവടി, തൃപ്രയാർ തേവർ എന്നിവരുടെ ആറാട്ടുകൾ മന്ദാരക്കടവിൽ നടന്നു. തൃപ്രയാർ തേവർ ആറാട്ടിനായി മന്ദാരക്കടവിലേക്ക് യാത്രയായപ്പോൾ ആറാട്ടുപുഴ ശാസ്താവ് മറ്റു ദേവീദേവന്മാർക്ക് ഉപചാരം പറഞ്ഞ് യാത്രയാക്കി. ഏറ്റവും അവസാനം ചേർപ്പിൽ ഭഗവതി, ഊരകത്തമ്മ തിരുവടി, തൃപ്രയാർ തേവർ എന്നിവർക്കായിരുന്നു ഉപചാരം. തൃപ്രയാർ തേവരുടെ ഉപചാരം കഴിഞ്ഞ് അടുത്ത വർഷത്തെ പൂരവിളംബരം നടത്തിയതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമായി. 1445 ആറാട്ടുപുഴ പൂരം 2027 മാർച്ച് 20 ശനിയാഴ്ച നടക്കും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ, കൊടകര ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് KM റാഫി മുഖ്യപ്രഭാഷണം നടത്തി. KU രാഹുൽ, പ്ലസി പോൾ, PM സ്റ്റെല്ല, CR സിനി, ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ M. മഞ്ജുള, VA ശ്രീജയ, LC ആന്റണി, വിൻസി പോൾ, PM സ്റ്റെല്ല, ലിൻസി ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. വരാക്കര കിഴക്കൂടൻ ജോസ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ. ആനിയാണ് ഭാര്യ. സിനി, സൽജോ എന്നിവർ മക്കളും ജിൻസൺ, സോന എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,685 രൂപയും പവന് 1,09,480 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.